ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള റോസ് ഫ്ലവേഴ്സും ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നീഡിൽ ആദ്യം ക്ലോത്തിൻ്റെ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം എത്ര ഡിസ്റ്റൻസിലാണ് സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് ഈ 2 തവണ കുത്തിയതിൻ്റെ സെൻറ്ററിലേക്കാണ് മൂന്നാമത് നീഡിൽ കുത്തിയെടുക്കേണ്ടത്. ത്രെഡ് എപ്പോഴും റൈറ്റ് സൈഡിലേക്കാണ് വെക്കേണ്ടത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വെച്ചിട്ട് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. അത് ഞാൻ രണ്ടാമത് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇത് സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഈ ത്രെഡ് വലിച്ചെടുക്കണം. ആദ്യം കുത്തിയ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ വീണ്ടും നീഡിൽ കുത്തി രണ്ടാമത് കുത്തിയ പോയിന്റിലേക്കാണ് ഇപ്പോൾ നീഡിൽ കുത്തിയെടുക്കേണ്ടത്. എല്ലാ സ്റ്റിച്ചും സെയിം ഡിസ്റ്റൻസിൽ ചെയ്യുവാണെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ കുത്തിയെടുക്കണം. ഇതേ രീതിയിലാണ് ഫുള്ള് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നീഡിൽ കുത്തി ഇവിടുന്ന് തന്നെ മുകളിലേക്ക് എടുക്കുന്നതിന് പകരം ആദ്യം നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് താഴേന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. രണ്ടും ഒരേ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ രണ്ടാമത് കുത്തുന്നത് താഴേന്ന് സെപ്പറേറ്റ് ആയിട്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ 2 രീതിയിലും സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫുള്ള് സ്റ്റിച്ചിൽ ഈ ത്രെഡ് റൈറ്റ് സൈഡിലേക്കാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടും സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു സ്റ്റിച്ചിൽ അങ്ങനെ ചെയ്യാം. ആദ്യം നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ഈ ത്രെഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വെക്കണം. അതിനുശേഷം നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കണം. ബാക്കിയെല്ലാം സെയിം ആണ്. ഈ ത്രെഡ് മാത്രം ലെഫ്റ്റ് സൈഡിലേക്കാണ് പിടിക്കുന്നത്. ഇതുപോലെ 2 രീതിയിലും സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ഡിസൈനിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ പെറ്റലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സെൻറ്ററിൽ ഫില്ലിംഗ് സ്റ്റിച്ച് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് അതിന് ശേഷം ഈ ബോർഡർ ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് നൂല് പിടിച്ചിട്ടുള്ള സ്റ്റെം സ്റ്റിച്ചും ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടുള്ള സ്റ്റിച്ചുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ചായിട്ട് ഇതുപോലെ രണ്ടും മാറ്റി മാറ്റി ചെയ്യണമെന്നില്ല. നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പ് തിരിച്ച് പിടിക്കുമ്പം അത് കറക്റ്റായിട്ട് തന്നെ വന്നോളും. അതായത് എപ്പോഴും ഈ ഡിസൈൻ്റെ ഔട്ട് സൈഡിലേക്കാണ് നൂല് പിടിക്കേണ്ടത്. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതുപോലെ നമ്മൾ സ്റ്റെമ്മൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഇതുപോലെ ലൈൻസ് മാത്രമുള്ള ഏതെങ്കിലും ഡിസൈൻ ആണെങ്കിൽ നമുക്കിതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ പിടിച്ചിട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള റോസ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാദ്യം സെൻറ്ററിൽ ഒരു ബീഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഈ ബീഡ് വയ്ക്കുന്നതിന് പകരം നമുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. അതിനുശേഷം നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കണം. നമ്മൾ നേരത്തെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ എത്ര ഡിസ്റ്റൻസിലാണോ വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട്
ഈ 2 പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ഫുള്ള് ത്രെഡ് ഇതുപോലെ റൈറ്റ് സൈഡിലേക്കാണ് പിടിക്കുന്നത്. അതായത് ഈ ഡിസൈനിൻ്റെ ഔട്ട് സൈഡിലേക്കാണ് ത്രെഡ് പിടിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ആ ഫ്ലവറിൻ്റെ ഔട്ട് സൈഡിലേക്കാണ് എപ്പോഴും ത്രെഡ് പിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ലൈൻസ് ചെയ്യുമ്പം ചെയ്യുന്നത് പോലെ അത്രയും നൂല് ടൈറ്റായിട്ട് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ലൂപ്പ് പോലെ വെക്കണം, എന്നാലാണ് അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുള്ളൂ. എന്നാലും ഒരുപാട് ലൂസാക്കിയാൽ കറക്റ്റായിട്ട് അത് വരത്തില്ല. ഇതേ രീതിയിലാണ് ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്യേണ്ടത്. ഈ ഒരു റൗണ്ട് ചെയ്തതിന് ശേഷം അടുത്തൊരു റൗണ്ടിലേക്ക് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു സ്റ്റിച്ചായിട്ട് തന്നെ ചെയ്ത് അടുത്ത റൗണ്ടും കൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ എത്രയാണ് നമുക്ക് ഫ്ലവറിൻ്റെ സൈസ് വേണ്ടത് അത്രയും വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ചുറ്റും സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റും. ഈ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ ചെറുതാക്കി ചെയ്യണമെന്നില്ല, കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂട്ടി ചെയ്യാനും പറ്റും. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വലിയ സ്റ്റിച്ചോ ചെറിയ സ്റ്റിച്ചോ മാറി ചെയ്യാം. ഇപ്പോൾ 2-3 എണ്ണം ചെറുത്, ആദ്യത്തെ ഒരു 2-3 റൗണ്ട് ചെറുത് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ വലിയ സ്റ്റിച്ചും ചെയ്യാം. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. അടുത്തൊരു റൗണ്ടിന് വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എത്ര റൗണ്ടാണോ വേണ്ടത് അത്രയും സ്റ്റിച്ച് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയ ഫ്ലവറാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായി കഴിയുമ്പം നമുക്ക് നീഡിൽ താഴേക്ക് കൊണ്ടുപോകാം. ഇവിടുന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റും കുറച്ച് ലീവ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ലീവ്സ് ചെയ്യാനായിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ്.
ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്ന വേറൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ആയതുകൊണ്ടാണ് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു രീതിയിൽ റോസ് ഫ്ലവർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.